ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ടോപ്പ് ഡൗൺ പാഴ്സിങ്ങും മറ്റുമൊക്കെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഡ്രോബാക്സ് ഓഫ് ദ ടോപ്പ് ഡൗൺ പാഴ്സിങ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എനിക്ക് അടുത്ത ടോപ്പിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ടോപ്പിക്കിലേക്ക് വന്നു എന്നൊരു കണ്ടന്റ് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ അതുകൊണ്ട് അതൊരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് ടോപ്പ് ഡൗൺ പാഴ്സിങ്ങിൻ്റെ തന്നെ തൊട്ടടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെക്കേഴ്സീവ് ഡിസൈൻ പാഴ്സറാണ്. അപ്പം റെക്കേഴ്സീവ് ഡിസൈൻ പാഴ്സർ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഡൗൺ പാഴ്സർ ആണ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റെക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിങ്ങിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ബാക്ക് ട്രാക്കിംഗ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്, നോൺ ബാക്ക് ട്രാക്കിംഗ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ഈ നോൺ ബാക്ക് ട്രാക്കിംഗ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നതാണ് പ്രെഡിക്റ്റീവ് പാഴ്സർ. അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഈ പറയുന്ന LL1 പാഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിന് സാധാരണ എപ്പോഴും എക്സ്പ്ലെയിൻ അബൌട്ട് റെക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ് എന്ന് മാത്രമേ എക്സാമിന് സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളൂ. അപ്പോൾ അതിൽ ചില ആൻസർ കീസിൽ സാധാരണ ആൻസർ കീസിൽ അങ്ങനെ പറയാറില്ല, എക്സ്പ്ലനേഷൻ അബൌട്ട് ദ റെക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഒരു ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും അതിൻ്റെ മാർക്സ്, അതായത് അതിൻ്റെ വെയിറ്റേജ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് ഒരു 4 മാർക്സിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, അതായത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ്, ബാക്ക് ട്രാക്കിംഗ് ഉണ്ട്, നോൺ ബാക്ക് ട്രാക്കിംഗ് ഉണ്ട്. അപ്പോൾ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന പോലെയാണ്. ബാക്ക് ട്രാക്കിംഗ് വളരെ കുറച്ചേ ഉള്ളൂ, ബാക്ക് ട്രാക്കിംഗ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റത് വരുമ്പോൾ പ്രെഡിക്റ്റീവ് വരുമ്പോൾ 2 വേസ് ഉണ്ട്. അങ്ങനെ മാത്രം നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മെൻഷൻ ചെയ്യാം. സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് ഫോർ ഒരു 10 മാർക്സിനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ 4 മാർക്സ് വരുമ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൊണ്ടുപോകണം. അപ്പോൾ റെക്കേഴ്സീവ് ഡിസൈൻ പാഴ്സർ ആക്ച്വലി 2 രീതിയുണ്ട്. ഒന്ന് ബാക്ക് ട്രാക്കിംഗ് ഉണ്ട്, നോൺ ബാക്ക് ട്രാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് ട്രാക്കിംഗ് പറയാം, എന്നിട്ട് നോൺ ബാക്ക് ട്രാക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ റെക്കേഴ്സീവ് ഡിസൈൻ പാഴ്സർ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് 2 ടൈപ്പ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് ദ ബാക്ക് ട്രാക്കിംഗ് ടൈപ്പാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബാക്ക് ട്രാക്കിംഗ്. ഇപ്പം സാധാരണ നമുക്കറിയാം വാട്ട് ഈസ് ദ ഇൻപുട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രീം ഓഫ് ടോക്കൺസ് ആയിരിക്കും ഇവിടുത്തെ ഇൻപുട്ട്. സ്ട്രീം ഓഫ് ടോക്കൺസ് ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പാഴ്സ് ട്രീ ആയിരിക്കും. അപ്പോൾ ഈ ഫേസിൽ പാഴ്സ് ട്രീ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പാഴ്സർ ആണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ പാഴ്സർ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, പാഴ്സ് ട്രീ തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ടൈപ്പ് ഓഫ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ് ആണെന്ന് പറയും. അപ്പം ഇതിൻ്റെ ബാക്ക് ട്രാക്കിംഗ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. S derives CAD ആൻഡ് A derives AB or A. ഓക്കെ, ഇതാണ് എൻ്റെ എക്സാമ്പിൾ. അപ്പം എനിക്ക് ഇതിൽ നിന്ന് ഐ വോണ്ട് ടു ഗെറ്റ് എ സ്ട്രിങ് W is equal to CAD എന്നൊരു സ്ട്രിങ് എനിക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ W is equal to CAD ആണ് സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ നേരത്തെ ബാക്ക് ട്രാക്കിംഗ് പറഞ്ഞതുപോലെ ഇപ്പം എസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 3 കാര്യങ്ങളാണ്, C, A and D അല്ലേ. അപ്പോൾ എയിൽ നിന്ന് ആദ്യം കിടക്കുന്നത് AB ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇവിടെ എക്ക് കൊടുക്കുന്നത് എന്ത് തന്നെയായിരിക്കും, AB ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ആദ്യം സിയുടെ ഇവിടെ വരുമ്പോൾ ഇത് കറക്റ്റായി. ഓക്കെ, അടുത്തത് വരുമ്പോഴത്തേക്കും AB ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ എൻ്റെ പ്രൊഡക്ഷൻ തെറ്റും. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്യും, റിവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനെ AB ഇങ്ങനെ ഒറ്റയടിക്ക് എഴുതുന്നതിന് പകരം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം കേട്ടോ. ഇതൊരു B ആയിക്കോട്ടെ, ഇത് A ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ വരുമ്പോഴും A കറക്റ്റാಗಿ കിട്ടും. അടുത്ത നമുക്ക് D ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ B വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യത്തില്ല, നമ്മുടെ സ്ട്രിങ് തെറ്റും. 2ആയിട്ട് എഴുതി എന്നേ ഉള്ളേ, സ്ട്രിങ് തെറ്റും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ബാക്ക് ട്രാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് കേസ്. ഈ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഇതുപോലെ എഴുതുക. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് വീണ്ടും S derives CAD, C സ്മോൾ c ആണ്, തെറ്റിദ്ധരിക്കരുത്, സ്മോൾ ലെറ്റർ C ആണ്. അപ്പോൾ വീണ്ടും എക്ക് ഞാൻ സെക്കൻഡ് കേസാണ് കൊടുത്തത് A. ഓക്കെ, അപ്പോൾ എൻ്റെ പോയിന്റ് C വരുമ്പോൾ കറക്റ്റായി, A വരുമ്പോൾ കറക്റ്റായി, D വരുമ്പോൾ. അപ്പോൾ ഈ സ്ട്രിങ് വരുമ്പോൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. അപ്പം ഞാൻ നേരത്തെ ഈ ബാക്ക് ട്രാക്കിംഗ് അവോയ്ഡ് ചെയ്യുന്ന ഒരു കണ്ടന്റ് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ട്രാക്കിംഗ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുത്തു, ലെഫ്റ്റ് ഫാക്ടറിംഗ് മെത്തേഡ് കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഇതിനെ അവോയ്ഡ് ചെയ്തേക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെഫ്റ്റ് ഫാക്ടറിംഗ് വി ക്യാൻ അവോയ്ഡ് ബാക്ക് ട്രാക്കിംഗ് by
ലെഫ്റ്റ് ഫാക്ടറി. ഓക്കെ, അപ്പോൾ ഇതാണ് റെക്കേഴ്സീവ് ഡിസൈൻ പാഴ്സർ ഇൻ ബാക്ക് ട്രാക്കിംഗ്. അപ്പോൾ ബാക്ക് ട്രാക്കിങ്ങിൻ്റെ റെക്കേഴ്സീവ് ഡിസൈൻ ടൈപ്പ് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, സെയിം ബാക്ക് ട്രാക്കിങ്ങിൻ്റെ എന്ത് പ്രൊസീജിയറാണോ കണ്ടിന്യൂ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇതിൽ കുറച്ച് ഒരു വ്യത്യാസം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന് ഇൻപുട്ട് സ്ട്രീം ഓഫ് ടോക്കൺസ് എന്ന് പറഞ്ഞു, ഔട്ട്പുട്ട് ഒരു പാഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ടോപ്പ് ഡൗൺ പാഴ്സിങ്ങിൻ്റെ ഒരു വേർഷൻ, ബാക്ക് ട്രാക്കിംഗ് ഒരു വേർഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് പഠിക്കാൻ പോകുന്നത് റെക്കേഴ്സീവ് ഡിസൈൻ പാഴ്സറിൻ്റെ നോൺ ബാക്ക് ട്രാക്കിംഗ് ടൈപ്പാണ് പഠിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രെഡിക്റ്റീവ് പാഴ്സറാണ്. അപ്പോൾ ഈ പ്രെഡിക്റ്റീവ് പാഴ്സർ എന്ന് പറയുന്നത് നോൺ ബാക്ക് ട്രാക്കിംഗ് പാഴ്സറാണ് അല്ലേ. നോൺ ബാക്ക് ട്രാക്കിംഗ് പാഴ്സറാണ്, അതായത് ബാക്ക് ട്രാക്കിംഗ് ഇല്ല. അപ്പോൾ ഈ ബാക്ക് ട്രാക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ദ മേജർ ഗോൾ of this parsing is to construct a top-down parser that never backtracks. ഒരു പാഴ്സർ കൺസ്ട്രക്ട് ചെയ്യുക, ബാക്ക് ട്രാക്ക് ചെയ്യാത്ത രീതിയിൽ ഒരു പാഴ്സറാണ് നമ്മളതിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഗ്രാമറിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് എ ഗ്രാമർ ഇസ് ഗിവൺ, ഒരു ഗ്രാമർ തന്നിട്ടുണ്ടെങ്കിൽ വി മസ്റ്റ് ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു 2 ways. രണ്ട് കാര്യങ്ങളിലേക്കാണ് നമ്മളതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് എലിമിനേറ്റ് ലെഫ്റ്റ് റിക്കേർഷൻ. ആദ്യം ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് എലിമിനേറ്റ് ലെഫ്റ്റ് ഫാക്ടറിങ്. അത് പറയേണ്ട ആവശ്യമേ ഇല്ല. ബാക്ക് ട്രാക്കിംഗ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റ് ഫാക്ടറിങ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഒരു ഗ്രാമർ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ലെഫ്റ്റ് റിക്കേർഷനും ലെഫ്റ്റ് ഫാക്ടറിങ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എന്ത് കിട്ടുന്നത്, നമുക്ക് ആ പാർട്ടിൽ നോൺ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ ഇത് ഇൻപുട്ടാണ്, ഇതൊരു സ്റ്റാക്കാണ്. ഈ എൻഡ് കാണിക്കാനാണ് ഇവിടെ ഡോളർ ഇട്ടേക്കുന്നത്, ഡോളറാണ്. ഇത് ആ പാഴ്സിംഗ് ടേബിളാണ്. ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഔട്ട്പുട്ട്. ഓക്കെ, ഇതൊരു പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട്, ഇത് സ്റ്റാക്ക്, പ്രോഗ്രാം, പാഴ്സിംഗ് ടേബിൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ ഇൻപുട്ടിൻ്റെ അകത്ത് ഉള്ള ഇൻപുട്ടിൻ്റെ കാര്യങ്ങൾ ആദ്യം പറയാം. ഇൻപുട്ടിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും എൻഡ് കാണിക്കാനായിട്ട്, അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡ് കാണിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡോളർ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് പറയാം. ഇൻപുട്ട് contains the string to be parsed, പാഴ്സ് ചെയ്യേണ്ട സ്ട്രിങ് ഉണ്ട്, ഫോളോഡ് by dollar, the right end marked. Okay, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാക്ക് ആണ്. സ്റ്റാക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ,
സ്റ്റാക്കിൻ്റെ അകത്ത് ഇതുപോലെ തന്നെയാണ് സീക്വൻസ് ഓഫ് സിമ്പിൾ ഉണ്ട്. അതിനെ പ്രിസീഡ് ചെയ്യുന്ന ഏറ്റവും ബോട്ടമിൽ ആരാണുള്ളത്? ഡോളർ സിമ്പിൾ ആണുള്ളത്. ഓക്കെ, sequence of symbol contains sequence of symbol of symbols preceded by dollar. അതായത് this will shows the bottom of the stack. സ്റ്റാക്കിൻ്റെ ബോട്ടം കാണിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാം പ്രോസസ്സ് ചെയ്യാനായിട്ട് ഇൻപുട്ട് ഇവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് ഇവിടുത്തെ ഒരു ഡേറ്റ സ്റ്റോറേജ് കാണുമല്ലോ, ആ ഡേറ്റ സ്റ്റോറേജ് ആരാണ്? സ്റ്റാക്കിലാണ് ഡേറ്റ സ്റ്റോറേജ് നടക്കുന്നത്. പ്രോഗ്രാം പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാക്കിൽ നിന്ന് സിമ്പിൾ എടുത്ത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാഴ്സിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ജനറേറ്റ് ആക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഇൻപുട്ടും ഒരു സ്റ്റാക്കും ഒരു പാഴ്സിംഗ് ടേബിളും ഒക്കെ ഉണ്ട് എന്നേ ഉള്ളൂ. എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. പ്രോഗ്രാമിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ പാഴ്സിംഗ് ടേബിൾ ജനറേറ്റ് ആവും. പാഴ്സിംഗ് ടേബിൾ ജനറേറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവസാനം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ അകത്തൊരു 3 പോസിബിലിറ്റി വരുന്നുണ്ട്. അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഒന്ന് പാഴ്സിംഗ് ടേബിളിനെ കുറിച്ചും കൂടി പറയാം. പാഴ്സിംഗ് ടേബിൾ പാഴ്സിംഗ് ടേബിൾ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. ഓക്കെ, 2 ഡയമെൻഷണൽ അറേ ആണ്. ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. നമുക്ക് എം എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് അതിൻ്റെ അകത്ത് സ്റ്റാക്കിൻ്റെ ഒരു സ്റ്റാക്കും കാണും, അതായത് ഒരു സിമ്പലും കാണും, ഒരു ടെർമിനലും ഒരു നോൺ ടെർമിനലും കാണും, ഒരു ടെർമിനലും കാണും. ഇപ്പോൾ സപ്പോസ് എ, എ എന്ന് കൊടുത്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനലാണ്, അതായത് എൻഡ് ചെയ്യുന്നില്ലല്ലോ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലേ. സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെർമിനലാണ്, എൻഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ടെർമിനലിന് പകരം എക്ക് പകരം എ ഓർ ഡോളറും ആകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ കണ്ടന്റ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് 3 പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. ഇത് ജസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഫ്രെയിം എന്ന് മാത്രം പഠിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ഒരു 3 പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. ആ 3 പോസിബിലിറ്റി എന്താണെന്നും കൂടെ പറയാം. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇഫ് എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു ഡോളർ, ഓക്കെ, ദെൻ parser holds and announces the successful completion of parsing. ഓക്കെ, അപ്പോൾ ഇത് 3 പോസിബിലിറ്റിയാണ്. ഒന്ന്, എക്സ് എന്ന് പറയുന്നത് സ്റ്റാക്കാണ് അല്ലേ, എ എന്ന് പറയുന്നത് എൻ്റെ ഇൻപുട്ടാണ്. അപ്പോൾ ഇത് ഡോളറിന് ഈക്വൽ ആണെങ്കിൽ, അതായത് ഒന്നുമില്ല എം ടി ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അവിടെ പാഴ്സർ ഹോൾഡ് ചെയ്യുക, അതായത് അതിൻ്റെ സക്സസ്ഫുൾ കംപ്ലീഷൻ എന്ന് പറഞ്ഞ് കാണിക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ഈക്വൽ ടു ഡോളർ, ഡോളറിന് ഈക്വൽ അല്ലെന്നുണ്ടെങ്കിൽ then parser will pop x, okay, and advances the input pointer to the next symbol. ഓക്കെ, ഇത് സാധാരണ സ്റ്റാക്കിൻ്റെ രീതി തന്നെയാണ് പറയുന്നത്. അതായത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സ്റ്റാക്കാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്, വൈ, ഇസഡ് 3 കണ്ടന്റോട് ഡോളർ ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സും എയും രണ്ടും ഡോളറിന് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സും എയും ഡോളറിന് ഈക്വൽ അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന ഇൻപുട്ടിനെ ആദ്യം എന്ത് ചെയ്യും? പോപ്പ് ഔട്ട് ചെയ്യും. എന്നിട്ട് ഇൻപുട്ട് പോയിന്ററിനെ എങ്ങോട്ട്? നെക്സ്റ്റ് സിമ്പലിലോട്ട് ഹോൾഡ് ചെയ്യും. നെക്സ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും. നെക്സ്റ്റ് സിമ്പലിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? പോപ്പ് ചെയ്യും, പോയിന്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് the third one. If x is a non-terminal, x ഒരു non-terminal ആണെങ്കിൽ then the program takes
m of x comma a from parsing table ഓക്കെ. അപ്പോൾ പാഴ്സിങ് ടേബിൾ നമുക്ക് TAB ഓക്കെ ടേബിൾ ഓക്കെ. അതായത് എക്സ് ഒരു പ്രൊഡക്ഷൻ ആയിരിക്കും ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എക്സ് ഒരു നോൺ ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ, ടെർമിനേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പാഴ്സിങ് ടേബിളിൽ നിന്ന് എന്ത് ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഡയമെൻഷണൽ അറേനെ എടുക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ m of x, a എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എറർ ആണെന്നുണ്ടെങ്കിൽ then parser calls an error recovery routine. ഓക്കെ, അപ്പോൾ അതൊരു എറർ ആണെന്നുണ്ടെങ്കിൽ അതൊരു കാണാൻ പറ്റുന്നില്ലല്ലേ, ഓക്കെ, എറർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഒരു എറർ റിക്കവറി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് 3 പോസിബിലിറ്റിയാണ് പ്രെഡിക്റ്റീവ് പാഴ്സറിൻ്റെ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ തിയറി പാർട്ടിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നോൺ ബാക്ക് ട്രാക്കിങ് എങ്ങനെ നോൺ ബാക്ക് ട്രാക്കിംഗ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്യുക, പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഫാക്ടറിങ് എലിമിനേറ്റ് ചെയ്യുക. പിന്നെ പാഴ്സറിൻ്റെ കുറിച്ച് ഒരു ഇംപ്ലിമെൻറ്റേഷൻ പറഞ്ഞു. എന്താണ് പ്രെഡിക്റ്റീവ് പാഴ്സർ എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. എന്താണ് ഒരു ടേബിൾ, ഒരു പാഴ്സിങ് ടേബിൾ പ്രെഡിക്റ്റീവ് പാഴ്സർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ ആ പ്രെഡിക്റ്റീവ് പാഴ്സറിൻ്റെ ഒരു നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും കണ്ടന്റ് കാണുമല്ലോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ചെയ്യാനായിട്ടുള്ള ഒരു 3 പോസിബിലിറ്റിയാണ് വരുന്നത്. ഇത് നമുക്ക് പക്കയായിട്ട് തിയറിറ്റിക്കൽ ആസ്പെക്റ്റ് വരുമ്പോൾ നമുക്കിത് എഴുതാൻ പറ്റുമെന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് ഇതിനൊരു അൽഗോരിതം ഉണ്ട് ഈ പറയുന്ന പ്രെഡിക്റ്റീവ് പാഴ്സറിന്. അത് ഞാൻ ഇതുവരെ എക്സാമിന് ചോദിച്ച് കണ്ടില്ല. കോമൺ ആയിട്ട് ഞാൻ ആ അൽഗോരിതം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അൽഗോരിതം. നമ്മൾ എഴുതിയ 3 പോസിബിലിറ്റീനെ അൽഗോരിതമാക്കി എഴുതിയിരിക്കുന്നു എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എക്സ് സ്റ്റാക്കിൻ്റെ ടോപ്പ് സിമ്പലാണ്, എ എന്ന് പറയുന്നത് ഇൻപുട്ട് സിമ്പലാണെന്ന് കരുതുക. ഇപ്പോൾ എക്സ് ഒരു ടെർമിനൽ ആണ് അല്ലെങ്കിൽ ഡോളർ ആണെങ്കിൽ ഹോൾട്ട് ചെയ്യുക. ഈ സപ്പോസ് അല്ല എക്സ് എക്ക് തുല്യമാണെങ്കിൽ, എക്ക് ഈക്വൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തിട്ട് പോയിന്ററിനെ അഡ്വാൻസ് ചെയ്യാം. ഇതല്ലെങ്കിൽ എറർ ജനറേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞ 3ാമത്തേതാണ്. അതായത് ഇപ്പം നമ്മൾ പറയുന്ന സിമ്പലിന് ഈക്വൽ ആണ് നമ്മുടെ നോൺ ടെർമിനലാണ് ഈക്വൽ എങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റാക്കിൽ നിന്നത് റിമൂവ് ചെയ്തതിനു ശേഷം ഓരോ ഇൻപുട്ടായിട്ട് പുഷ് ചെയ്യുക, എന്നിട്ട് എൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എറർ കാണിക്കുക. ഓക്കെ, ഇത് എപ്പോൾ വരെ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ഡോളർ. ഇത് ആക്ച്വലി ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ അൽഗോരിതം അങ്ങനെ സിലബസിലും സ്ട്രിക്ട്ലി പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. കാരണം ആ 3 പോസിബിലിറ്റിനെ അൽഗോരിതമാക്കി എഴുതിയാലും മതി. എക്സാമിന് ഇനി കേസ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഇനി പാഴ്സിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ഈ പ്രെഡിക്റ്റീവ് പാഴ്സർ എന്ന് പറയുമ്പോൾ തന്നെ പാഴ്സിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ജനറലി ക്വസ്റ്റ്യൻ വരുന്നതും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ റെക്കേഴ്സീവ് ഡിസൈൻ പാഴ്സറിൻ്റെ ക്വസ്റ്റ്യൻ വരാം, എക്സ്പ്ലെയിൻ അബൌട്ട് റെക്കേഴ്സീവ് ഡിസൈൻ പാഴ്സർ. അപ്പോൾ നമുക്ക് ജനറലി എഴുതുന്ന പോലെ നമുക്ക് ജനറലി എഴുതാം. നിങ്ങൾ അന്നേരം അൽഗോരിതം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ 3 പോസിബിലിറ്റി ഉണ്ട് എന്നും ഇത് നമ്മൾ പാഴ്സിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇന്ന മെത്തേഡ് യൂസ് ചെയ്യും എന്നും എഴുതിയാൽ മതി. ഇനി സപ്പോസ് നമുക്ക് സാധാരണ പാഴ്സിങ് ടേബിളിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ഇനി പറയുന്ന അങ്ങോട്ടുള്ളത് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് പാഴ്സിങ് ടേബിൾ ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. പാഴ്സിങ് ടേബിൾ ജനറേറ്റ് ചെയ്യാനായിട്ട് 2 കാര്യങ്ങളാണ് വേണ്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സാധാരണ പാഴ്സിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 2 ഫങ്ഷൻസ് വേണം. 2 ഫങ്ഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആ 2 ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ്, FIRST ഫസ്റ്റ്. സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോളോ, FOLLOW. അപ്പം ഞാൻ ഇതിന് 2നും എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ 2നും റൂൾസ് തരാം. റൂൾസ് തന്നിട്ട് അപ്പോൾ നിങ്ങൾ കൂടെ പഠിക്കുക, റൂൾസ് പഠിക്കുക, എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില സമയം എളുപ്പമായിരിക്കാറുണ്ട്. എല്ലാ തവണയും പരീക്ഷ പാടല്ല, ചില സമയം ഫസ്റ്റ് ആൻഡ് ഫോളോ എളുപ്പമായിരിക്കാറുണ്ട്. പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത സെറ്റായ LL പാഴ്സർ പഠിക്കാൻ പറ്റും. ഇതുണ്ടെങ്കിൽ നമുക്ക് പാഴ്സിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്, ഈ ഒരു മോഡ്യൂള്. പക്ഷേ ഇനി ഇത് പ്രോബ്ലമാണ്. കൂടുതലും കമ്പാരറ്റീവ് ഡിസൈൻ എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണ്. അപ്പോൾ പ്രോബ്ലം പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, അങ്ങനെയാണ്.
അപ്പോൾ ഈ ഫസ്റ്റും ഫോളോയൊക്കെ അറിയുന്നതിന് മുന്നേ എന്താണ് ടെർമിനൽ നോൺ ടെർമിനൽ എന്നൊരു ക്ലിയർ വ്യൂ ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടെർമിനൽ എന്ന് പറയുന്നത് ടെർമിനേറ്റ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് ടെർമിനൽ എന്ന് പറയുന്നത്. അത് സ്മോൾ ലെറ്റേഴ്സ് ആകാം, സിമ്പിൾസ് ആകാം. ഓക്കെ, നോൺ ടെർമിനൽ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ പ്രൊഡക്ഷനിൽ എഴുതുന്ന കാര്യങ്ങളെയാണ് നോൺ ടെർമിനൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയേക്കുന്നതും നോൺ ടെർമിനൽ ആകാം, പ്രൊഡക്ഷന് മുന്നേ എഴുതിയേക്കുന്നതും എന്താകാം, നോൺ ടെർമിനൽ ആകാം. ഓക്കെ, അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇത് രണ്ടും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫസ്റ്റും ഫോളോയും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുവാണ്. ഓക്കെ, ഫസ്റ്റ് FIRST ക്യാപ്സിൽ തന്നെ എഴുതാൻ എപ്പോഴും ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂള് പറയുകയാണ്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഇഫ് എക്സ് ഈസ് എ ടെർമിനൽ, ഓക്കെ, എക്സ് ഒരു ടെർമിനൽ ആണെങ്കിൽ ദെൻ ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, എക്സ് ഒരു ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, എക്സ് ഒരു ടെർമിനേറ്റ് ചെയ്യുന്ന സിമ്പിളിൻ്റെ, അപ്പം ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ടെർമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് എടുക്കുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, ടെർമിനൽ തന്നെയായിരിക്കും, ടെർമിനേറ്റ് സിമ്പിൾ തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്, if x is a non-terminal, x ഒരു നോൺ ടെർമിനൽ ആണെങ്കിൽ ആൻഡ് x എന്ന് പറയുന്നത് a ആൽഫ ആണെങ്കിൽ then first of x എന്ന് പറയുന്നത് will be equal to എന്തായിരിക്കും, a ആയിരിക്കും. കാരണം എക്സ് ഒരു നോൺ ടെർമിനലാണ്, പ്രൊഡക്ഷനിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ആദ്യം കാണുന്ന ആരാണ്, എ ആണ് അല്ലേ. അപ്പോൾ എ ഒരു ടെർമിനലാണോ നോൺ ടെർമിനലാണോ നോക്കണം. എ എന്താണ്, ഒരു ടെർമിനലാണ്, സ്മോൾ ലെറ്ററിലല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് തേർഡ് റൂള് കുറച്ചൊന്ന് കൺഫ്യൂസ് ചെയ്യുന്ന റൂളാണ്. ഓക്കെ, ഇതിൽ പറയുന്നത് എക്സ് derives, if x derives y1, y2, etc. up to yk, then for all I such that y1, y2, etc. up to yi minus 1 are non-terminal and first of yj contains epsilon 4 j is equal to 1 to etc. up to I minus 1. Add every non-epsilon symbol to first of yi to first of x. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തോ വലിയൊരു കാര്യമാണ് മിസ് ചെയ്തത്. ആക്ച്വലി അങ്ങനെയല്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സ് ഡിറൈവ്സ് എ എന്ന് വിചാരിക്കാം. ഓക്കെ, എ ഡിറൈവ്സ് ബി ഡി എന്ന് വിചാരിക്കുക ആൻഡ് ബി ഡിറൈവ്സ് സ്മോൾ ലെറ്റർ ബി. ഓക്കെ, ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു എയും കൂടെ കിടന്നോട്ടെ. അപ്പോൾ എക്സിൻ്റെ ആദ്യം കിടക്കുന്ന സിമ്പൽ ആരാണ്, എ ആണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ടെർമിനൽ ആണോ നോൺ ടെർമിനൽ ആണോ? ടെർമിനൽ എന്ന് വെച്ചാൽ ടെർമിനേറ്റ് ചെയ്യും, സ്മോൾ ലെറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ സിമ്പിൾ ആയിരിക്കണം. സിമ്പിളും അല്ല സ്മോൾ ലെറ്ററും അല്ല. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ്. മാത്രമല്ല എ വേറൊരു പ്രൊഡക്ഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഫസ്റ്റ് ഇയാളെ എടുത്തു. അപ്പോൾ ഇയാളൊരു നോൺ ടെർമിനലാണ്. അപ്പം നോൺ ടെർമിനലിൻ്റെ പ്രൊഡക്ഷൻ എടുക്കണം. എ എടുത്തു, എയുടെ പ്രൊഡക്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് പ്രൊഡക്ഷനിലേക്ക് വരും. എയുടെ പ്രൊഡക്ഷനിൽ ആദ്യം വരുന്ന ആരാണ്, ബി ആണ്. പക്ഷേ ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലേ. എ ഡിറൈവ്സ് ബി ഡി എന്ന പോസിബിലിറ്റി ഉണ്ട്, എ ഡിറൈവ്സ് എ ഉണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് എക്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് ഓഫ് എക്സ് എഴുതുമ്പോൾ ഇപ്പോൾ ആദ്യം എ ഡിറൈവ്സ് ബി ഡി എന്ന പ്രൊഡക്ഷൻ എടുക്കുമ്പം ബി ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് എടുക്കുന്നത്.
അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോൺ ടെർമിനലാണ്. അപ്പം നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് ബിയിലോട്ട് പോകും. അപ്പം ഇയാളുടെ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? സ്മോൾ ലെറ്റർ ബി. അപ്പം നമ്മൾ അയാളെ ഇതിൻ്റെ അകത്ത് എഴുതും. അടുത്ത രണ്ടാമത്തെ പ്രൊഡക്ഷൻ നോക്കുമ്പോഴത്തേക്ക് എ ഡെറൈവ് സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ അകത്ത് എഴുതും. ഇതാണ് അവിടെ ഇംഗ്ലീഷിൽ വലിയ കാര്യമായി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ഒരു നോൺ ടെർമിനൽ കിട്ടുകയാണെങ്കിൽ അയാളുടെ ഫസ്റ്റിനെ എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ഇപ്പോൾ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് എപ്സിലൺ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്സിലൺ ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എസ് ഡിറൈവ്സ് എ ബി സി ഡി ഇ, എ ഡിറൈവ്സ് എ ഓർ എപ്സിലൺ, ബി ഡിറൈവ്സ് ബി ഓർ എപ്സിലൺ, സി ഡിറൈവ്സ് സി ഡിറൈവ്സ് സി, ഡി ഡിറൈവ്സ് ഡി, ഇ ഡിറൈവ്സ് ഇ ഓർ എപ്സിലൺ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ ഫോളോ എഴുതുന്നത് എപ്പോഴും ഈ പ്രൊഡക്ഷന് കിടക്കുന്ന സിമ്പിൾസിനെ മാത്രമേ ഫസ്റ്റ് എഴുതാറുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ കുട്ടികൾ തെറ്റിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ സിമ്പിൾസ് ഏതൊക്കെയാണോ അതിൻ്റെ മാത്രമേ ഫസ്റ്റ് കിട്ടാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ എഴുതാവൂ. ഫസ്റ്റ് ഓഫ് എസ്, ഫസ്റ്റ് ഓഫ് എ, ആദ്യമേ തന്നെ നമുക്ക് എല്ലാം എഴുതി വയ്ക്കാം. ഫസ്റ്റ് ഓഫ് ബി, ഫസ്റ്റ് ഓഫ് സി, ഫസ്റ്റ് ഓഫ് ഡി and first of E. First of E. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് എസ്, എസിൻ്റെ ഫസ്റ്റ് കിടക്കുന്ന നോൺ ടെർമിനൽ ആരാണ്? എസിൻ്റെ ഫസ്റ്റ് കിടക്കുന്ന സിമ്പിൾ ആരാണ്? എ. എ ഒരു ടെർമിനൽ ആണോ നോൺ ടെർമിനൽ ആണോ നോക്കുക. എ എന്താണ്? ഒരു നോൺ ടെർമിനൽ ആണ്. അപ്പോൾ എയുടെ പ്രൊഡക്ഷൻ എവിടെയുണ്ട്? താഴെയുണ്ട്. അപ്പോൾ എ ഡിറൈവ്സ് ആരാണ് തരുന്നത്? എ കോമ എപ്സിലൺ, എ ഓർ എപ്സിലൺ ആണ്. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതുന്നത് വെച്ചാൽ എ കോമ എപ്സിലൺ ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇതൊരു നോൺ ടെർമിനൽ ആയതുകൊണ്ട് അത് എഴുതി. എപ്സിലൺ ഒരു സിമ്പിളാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതും ഇൻക്ലൂഡ് ചെയ്യണം. ഇനിയപ്പോൾ ഫസ്റ്റ് ഓഫ് എ എന്തുമായിരിക്കും? എയും, ഇത് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെർമിനലാണ്. അപ്പോൾ അതെന്തായാലും എഴുതണം, എപ്സിലൺ എഴുതണം. കാരണം എപ്സിലൺ സിമ്പിളാണ്. കാരണം എ ഡിറൈവ്സ് എ ഓർ എപ്സിലൺ എന്നാണ്, എ അല്ലെങ്കിൽ എപ്സിലൺ എന്നാണ്. അപ്പോൾ ഇതിന് രണ്ട് പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് രണ്ടും എഴുതണം. അടുത്തത് നോക്കുമ്പോൾ ബി, ബിയുടെ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? ഒരു ടെർമിനലാണോ നോൺ ടെർമിനലാണോ? ടെർമിനലാണ്. അപ്പോൾ അയാൾ എഴുതുക. അവിടെ എന്തുണ്ട്? സിമ്പിളുണ്ട്, എപ്സിലൺ. ഓർ ആയതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ എഴുതുന്നത്, അല്ലെങ്കിൽ സിമ്പിൾ എഴുതത്തില്ല. അടുത്ത് നോക്കിയാൽ സി, സിയുടെ ഇവിടെ എന്താണ്? സ്മോൾ ലെറ്റർ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ സി മാത്രം എഴുതിയാൽ മതി. കാരണം എന്തുകൊണ്ടാണ്? എപ്സിലൺ ഇല്ലാത്ത, അവിടെ എപ്സിലൺ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യം ഇല്ല. ഡി, ഡിയുടെ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? സ്മോൾ ലെറ്റർ ഡി മാത്രമേ ഉള്ളൂ. അടുത്ത് നോക്കുമ്പോൾ ഇ, ഇയുടെ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? സ്മോൾ ലെറ്റർ ഇ കോമ എപ്സിലൺ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഒരു 2-3 എക്സാമ്പിൾസ് കോമൺലി കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. മറ്റേ തൊട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കണമെങ്കിൽ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ. A derives small letter A, B derives bracket ആണ് C or ID, and C derives star T or epsilon. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, അപ്പോൾ അതെന്താ? ഫസ്റ്റ് ഓഫ് എ, ഫസ്റ്റ് ഓഫ് ബി, ഫസ്റ്റ് ഓഫ് സി. നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ്റെ അത്രയും മാത്രമേ എഴുതാവൂ. എയുടെ ഫസ്റ്റ് ആരാണ് കിടക്കുന്നത്? സ്മോൾ ലെറ്റർ ആണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എനെ ഇൻക്ലൂഡ് ചെയ്തു. എപ്പോഴും കേളി ബ്രേസസിൻ്റെ അകത്ത് ഇടാൻ ശ്രമിക്കണം. അത് കേളി ബ്രേസിൻ്റെ അകത്ത് ഇടാവും. അടുത്ത നോക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ബി ആണ്. അപ്പോൾ ബിയുടെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് പ്രൊഡക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി നോക്കാം. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്തിട്ട് ബി ഡെറൈവ്സ് ഐ ഡി എന്ന് എഴുതി നോക്കാം. ഓക്കെ, തെറ്റില്ല. അപ്പോൾ ബിക്ക് ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? ഒരു സിമ്പിളാണ്, അതായത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ് കിടക്കുന്നത്. സി അല്ല, ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിളിന് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ ബിയുടെ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? ഓപ്പൺ ബ്രാക്കറ്റ്, അതുപോലെ എഴുതാം. ഓക്കെ, ഓർ വന്നത് ആരാണ്? ബി ഡിറൈവ്സ് ഐ ഡി ആണ്. ഐ ഡി ഒരു സ്മോൾ ലെറ്റർ അല്ലേ? കോമ ഐ ഡി. കണ്ടോ? അടുത്തത് നോക്കുമ്പോഴാണ് സി ഡിറൈവ്സ് സ്റ്റാർ ടി. ഇപ്പോൾ സിയുടെ ഫസ്റ്റ് കിടക്കുന്ന സിമ്പിൾ ആരാണ്? സ്റ്റാർ ആണ് കിടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് സി ഓർ എപ്സിലൺ. എപ്സിലൺ ആണെങ്കിൽ എപ്സിലൺ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, മറന്നു പോകരുത്. ഓക്കെ,
ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും എന്താണ്. എസ് ഡിറൈവ്സ് ബി ഡി ഓർ സി ഡി, ക്യാപിറ്റൽ ലെറ്റർ സി ആണ്. ബി ഡിറൈവ്സ് എ ബി ഓർ എപ്സിലൻ ആൻഡ് സി ഡിറൈവ്സ് സി സി ഓർ എപ്സിലൻ. നമുക്ക് ഫസ്റ്റ് എഴുതാം. ഫസ്റ്റ് ഓഫ് എസ്, ഫസ്റ്റ് ഓഫ് ബി, ഫസ്റ്റ് ഓഫ് സി. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ബിയുടെ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നോൺ ടെർമിനൽ. അപ്പോൾ ഉടനെ ഇതിൻ്റെ ആളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ആദ്യം കിടക്കുന്ന ആരാണ്? ഒരു ടെർമിനലാണ് എ. അപ്പോൾ അതിനെ ആദ്യം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇവിടെ എപ്പോഴും ഈ ഓർ വരുന്ന ശ്രദ്ധിക്കണം. കാരണം എസ് ഡിറൈവ്സ് ബി ഡി എന്നൊരു ഓപ്ഷനാണ്. അടുത്ത പ്രൊഡക്ഷനാണ് എസ് ഡിറൈവ് സി ഡി, അതും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എസിൻ്റെ ആദ്യം കിടക്കുന്ന സിമ്പൽ ആരാണ്? സി ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ സിയുടെ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? സ്മോൾ ലെറ്റർ സി ആണ്. അപ്പോൾ അയാളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇയാളെ ഫസ്റ്റ് കിടക്കുന്ന സിമ്പൽ ആരാണ്? സി ആണ്, കോമ സി. ഓക്കെ, എ കോമ സി. ഇനി അടുത്തത് ഇവിടെ വരുമ്പോൾ ബിയുടെ ഫസ്റ്റ് നോക്കാം. ബിയുടെ ആദ്യം കിടക്കുന്ന സിമ്പൽ ഏതാണ്? എ കോമ എപ്സിലൻ. ഓക്കെ, അതുപോലെ സിയുടെ ആദ്യം കിടക്കുന്ന സിമ്പൽ ഏതാണ്? സി കോമ എപ്സിലൻ, സ്മോൾ ലെറ്റർ സി. ഓക്കെ, ഇനി നമുക്കൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതിൽ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും വെറൈറ്റി ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമേ. ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ക്വസ്റ്റ്യൻ. എസ് ഡിറൈവ്സ് എ ബി ഓർ ബി 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 എ ഡിറൈവ്സ് എപ്സിലൻ, ബി ഡിറൈവ്സ് എപ്സിലൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന് വേറെ കുറച്ച് സിമ്പലൊന്നുമില്ല, അതായത് വേറെ ടെർമിനൽ സിമ്പലൊന്നുമില്ല, അതായത് സ്മോൾ ലെറ്റേഴ്സ് ഒന്നുമില്ല. എപ്സിലൻ ആണ് സിമ്പൽ. ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് എസ്, ബാക്കി അതൊക്കെ കറക്റ്റ് സെയിം തന്നെ കേട്ടോ, അതിനൊന്നും വ്യത്യാസമില്ല. ഇല്ല, ഒരു കൊച്ചു ചേഞ്ചേ വരത്തുള്ളൂ. എന്താ ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് എസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം എ എടുക്കും. എയുടെ ഫസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം എപ്സിലൻ എഴുതും. അത് കറക്റ്റാണ്, അതിന് തെറ്റില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവിടെ എപ്സിലൻ മാത്രം ഉള്ളതുകൊണ്ട് അതൊരു നള്ളാണ് അല്ലേ. അപ്പം നള്ള് ഇവിടത്തെ എന്ത് ചെയ്യും? നമ്മൾ ഈ പ്രൊഡക്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ ഇത് എന്ന ഫാക്ടറി ഇല്ലാതെയാവും. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്ന സ്മോൾ ലെറ്റർ എനെയാണ് ഫസ്റ്റായിട്ട് എഴുതുന്നത്. അതേ കേസാണ് ബി എന്ന് പറയുന്നത് നള്ളാണ്. അപ്പം നള്ള് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇയാൾ കട്ടാവും. പിന്നെ വരുന്ന ഫസ്റ്റ് സിമ്പിൾ ആരാണ്? ബി ആണ്. ഇതാണ് കേസ്. ഓക്കെ, ഈ എയുടെയും ബിയുടെയും ഫസ്റ്റ് എന്ന് പറയുന്നത് നള്ള് തന്നെയാണ്. അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വേറെ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ കാരണം ഇത് സ്റ്റാർട്ട് പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് പ്രൊഡക്ഷൻ ആയതുകൊണ്ടും ഇതിൻ്റെ ബാക്കി വരുന്ന രണ്ട് കേസ് നള്ളായതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് ഈ നള്ള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിനുശേഷം വരുന്ന ആദ്യത്തെ സിമ്പൽ നോക്കും, ടെർമിനലാണോ നോൺ ടെർമിനലാണോ. ടെർമിനലാണെങ്കിൽ അയാൾ എഴുതും, നോൺ ടെർമിനലാണെങ്കിൽ മറ്റേ ആൾ എഴുതും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഒരു രീതി. ഇപ്പം ഞാൻ ഈ തന്നതെല്ലാം ഈ ലെഫ്റ്റ് റിക്കേർഷൻ ഒന്നും ഇല്ലാതിരുന്ന ഗ്രാമറാണ് ഞാൻ തന്നിരിക്കുന്നതെല്ലാം. ഇനി ലെഫ്റ്റ് റിക്കേർഷൻ വരുന്ന ഗ്രാമേഴ്സ് ഉണ്ട്. ആ ഗ്രാമേഴ്സ് വരുമ്പോൾ ആ ലെഫ്റ്റ് റിക്കേർഷൻ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആ ഗ്രാമറിലേക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു ഗ്രാമറിൻ്റെ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ തന്നാൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഗ്രാമർ ലെഫ്റ്റ് റിക്കേഴ്സീവ് ആണോ അല്ലയോ. ലെഫ്റ്റ് റിക്കേഴ്സീവ് എന്ന് വെച്ചാൽ എന്താണ്? എ ഡിറൈവ്സ് എ ആൽഫ ഓർ ബീറ്റ എന്ന ഫോർമാറ്റിലാണോ കിടക്കുന്നതെന്ന് നോക്കുക. എങ്കിൽ അതിനെ എന്ത് ചെയ്യണം? അതിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടണം? എ ഡിറൈവ്സ് alpha a dash and a dash derives beta. Sorry, a derives beta, a dash and a dash derives alpha, a dash or epsilon. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് റിക്കേഴ്സീവ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ നോക്കും. എസ് ഡിറൈവ്സ് എ ആൽഫ, അങ്ങനത്തെ ഒരു മെത്തേഡിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ഗ്രാമറിൻ്റെയും ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് check whether the grammar is left recursive or not. Grammar left recursive ആണെന്നുണ്ടെങ്കിൽ remove the left recursion, then substitute to then
പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ ലെഫ്റ്റ് റിക്കേർഷൻ ഒന്നുമില്ല, അതുകൊണ്ട് അതുപോലെ നമുക്ക് എഴുതാം. എസ് ഡിറൈവ്സ് എ. അടുത്ത നോക്കുമ്പോഴത്തേക്കും എ ഡിറൈവ്സ് എ ബി ഓർ എ ഡി. ഈ പറയുന്ന കണക്ക് എ ഡിറൈവ്സ് എ ബിക്ക് പ്രശ്നമില്ല അല്ലേ, അയാൾ അതുപോലെ നമ്മൾ എഴുതുക. പക്ഷേ എ ഡിറൈവ്സ് എ ഡി അതെന്ന് പറയുന്നത് നമുക്ക് പ്രശ്നമാണ് അല്ലേ. ഈ പറയുന്ന കണക്ക് എ ആൽഫ എന്നൊരു ഫോർമാറ്റിലാണ് അത് എന്ത് ചെയ്തേക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ റിമൂവ് ചെയ്യും നോക്കാം. ആൽഫ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബീറ്റ എ ഡാഷ് ആണ്. ആക്ച്വലി ബീറ്റ എ ഡാഷ് നമുക്ക് അവിടെ ഇല്ല അല്ലേ. നമുക്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും എ ഡിറൈവ്സ് ഇവിടെ എ ഡി ഓർ എപ്സിലൺ, ബീറ്റയ്ക്ക് വരെ എപ്സിലൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എപ്സിലൺ എ ഡാഷ് ഡിറൈവ്സ് എ ഡി എ ഡാഷ് ഓർ എപ്സിലൺ. അപ്പോൾ ഇത് രണ്ടും കൂടി മെർജ് ചെയ്യണം. അപ്പോൾ എങ്ങനെ മെർജ് ചെയ്യും? എസ് ഡിറൈവ്സ് എയും എ ഡിറൈവ്സ് എ ബി എ ഡാഷ് എന്ന് എഴുതുക. ഓക്കെ, അത് രണ്ടും കൂടെ മെർജ് ചെയ്യാം. എക്ക് ഒറ്റ പ്രൊഡക്ഷനെ കൊടുക്കാൻ പാടുള്ളൂ. എ ഡാഷ് ഡിറൈവ്സ് ഡി എ ഡാഷ് ഓർ എപ്സിലൺ. ഓക്കെ, ആ ഫോർമാറ്റ് ചേഞ്ച് ആയില്ലേ. പിന്നെ എന്താണുള്ളത്? ഇനി ബി ഡിറൈവ്സ് ബി, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സി ഡിറൈവ്സ് ഡി, അതിലൊന്നുമില്ല. ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ഫസ്റ്റ് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ഓഫ് എസ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഓഫ് എ കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഓഫ് എ ഡാഷ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഓഫ് ബി കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഓഫ് ജി കണ്ടുപിടിക്കുക, സി കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയും ഇതിൻ്റെയൊക്കെ ഫസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എയുടെ ഫസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? സോറി, എസിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എ ആണ്. എ ഈസ് എ നോൺ ടെർമിനൽ. അപ്പോൾ ഇതിലേക്ക് പ്രൊഡക്ഷനിലേക്ക് വരും. നോൺ ടെർമിനലിൻ്റെ ഫസ്റ്റ് എന്തുവാണ്? സ്മോൾ ലെറ്റർ എ ആണ്. വേറെ എവിടെയെങ്കിലും എ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അടുത്തത് നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ഫസ്റ്റ് ഓഫ് എയുടെ ഫസ്റ്റ് കിടക്കുന്നത് എന്ത് തന്നെയാണ്? സ്മോൾ ലെറ്റർ എ തന്നെയാണ്. അടുത്ത എ ഡാഷിൻ്റെ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? ഡിയും എപ്സിലണും. ബിയുടെ ഫസ്റ്റ് കിടക്കുന്ന സ്മോൾ ലെറ്റർ ബി, സിയുടെ ഫസ്റ്റ് കിടക്കുന്ന സ്മോൾ ലെറ്റർ ജി. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഫസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി ഓർ ടി, ടി ഡിറൈവ്സ് ടി സ്റ്റാർ എഫ് ഓർ എഫ്, ആൻഡ് എഫ് ഡിറൈവ്സ് ഐ ഡി. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എസ് ഡിറൈവ്സ് എ B, B. A derives small letter z or epsilon, and B derives small letter d or epsilon. Third question, S derives A, C, B or C, B, B or B, A. A derives D, A or B, C. B derives G or epsilon, and C derives H or epsilon. Fourth question, S derives L or A, L derives S L dash, L dash derives comma S L dash or epsilon. Fifth question, E derives E and T or T, T derives T or F, and F derives bracket E or ID. അപ്പോൾ ഇതിൽ നേരത്തെ നിങ്ങൾ ലെഫ്റ്റ് റിക്കേർഷൻ റിമൂവ് ചെയ്ത കേസ് പറയുമ്പോൾ ഇതിപ്പോൾ ആൻഡിന് പകരം പ്ലസ് ഇട്ടു, ഓറിന് പകരം സ്റ്റാർ ഇട്ടു. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. എനിക്ക് അവിടെ തിരിഞ്ഞിട്ട് പോയി, കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നോക്കണം, ഇതാണ് ആൽഫ, ഇയാളാണ് എ, ഇയാളാണ് ആൽഫ, മുഴുവനാണ് ആൽഫ, ആൻഡ് ടി ആണ് ആൽഫ. അത് ശ്രദ്ധിച്ചെടുക്കുക. അപ്പം ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലെഫ്റ്റ് റിക്കേർഷൻ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഗ്രാമർ വേണം ഫസ്റ്റ് എടുക്കാനായിട്ട്. അത് എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ.